ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഇത് ശിങ്കുന് കൊടുക്കല്ലേ, ശിങ്കു പിടിക്കൂ. അതായത് നമ്മുടെ ശിങ്കു ശിൻഷിത ഇന്ന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഇന്ന് ഗൈസ് എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പം എൻ്റെ 6 കൊല്ലത്തെ MBBS ജേണി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അതിന് സഹായിച്ച എൻ്റെ വാപ്പ പറഞ്ഞ് പഠിപ്പിച്ച പോലെ പറയുന്നുണ്ട്. ശിങ്കു ആയിട്ടില്ല. ശിങ്കു ഹൃദയത്തിൽ പറയണതാ. ആണോ? വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാക്കാൻ പോകും. ഓക്കെ, അപ്പം അതിന് സഹായിച്ച എൻ്റെ ഡാഡി കുഞ്ഞു മുഹമ്മദ്. ആൻഡ് എനിക്ക് ഒരു വാപ്പയും കൂടി ഉണ്ട്, സിദ്ധി വാപ്പ. ഇപ്പം വരാൻ സാധിച്ചിട്ടില്ല, കാരണം വാപ്പ സൂൺ നാട്ടിലോട്ട് പോവാണ്. അപ്പം വാപ്പ വന്നിട്ടില്ല. സംസാരിച്ചോ? പിന്നെ പാത്തുമ്മ ഫാത്തിമ എന്നാണ് പേര്. നമ്മൾ പാത്തുമ്മ എന്ന് വിളിക്കുന്ന നേരം പാത്തുമ്മ. പിന്നെ എൻ്റെ ഉമ്മ, പിന്നെ റംലുമ്മ, ബഷീർ വാപ്പ, ഇവരൊന്നുമില്ല. ബട്ട് അറ്റ് പ്രസൻറ്റ് കുറച്ച് ഫാമിലീസ് ഉണ്ട്. ബട്ട് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. എൻ്റെ നാത്തൂൻ, എൻ്റെ ഇക്കാക്ക ക്യാമറമാൻ ആണ്. അപ്പം പിന്നെ എൻ്റെ ഹസ്ബൻഡ്, ബിലൗഡ് ഹസ്ബൻഡ് ഇല്ലാണ്ട് ഇത്ര എത്തത്തില്ല. ഓക്കെ, അപ്പം പിന്നെന്താ പറയണ്ടേ? നിങ്ങൾ പറയുന്നത്. ഞാൻ പറയാം. സംഗതി ഞങ്ങളിപ്പോൾ ഉള്ളത് റഷ്യയിലാണ്, അർക്കാങ്കൽസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെയാണ് പിന്നെ ശിങ്കു 6 വർഷമായിട്ട് MBBS പഠിച്ചത്. അപ്പം ഇന്ന് ഫൈനൽ ഡേ ആണ്, പൂർത്തീകരിക്കുകയാണ് അല്ലേ? അങ്ങനെ ശിങ്കു ഡോക്ടറായി മാറിയിരിക്കുകയാണ്. അപ്പം ഇന്ന് ശിങ്കുവിൻ്റെ കോളേജിൽ മറ്റേ തൊപ്പി എറിയുന്ന പരിപാടിയില്ലേ, അതിനുള്ള ഗ്രാജുവേഷൻ സെറമണി, അതിന് ഞങ്ങൾ പോവുകയാണ്. ഇപ്പം ഇവിടെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരിപാടി. ഇപ്പം 1:45 ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ശിങ്കുവിൻ്റെ കോളേജിലോട്ട്. അപ്പോൾ നമ്മളൊക്കെ ഗസ്റ്റായിട്ട് ശിങ്കുവിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കും. പിന്നെ ഉള്ളിൽ സുബാന ഉണ്ട് കേട്ടോ. സുബാന ഇപ്പം വരുന്നേ ഉള്ളൂ, അവൾ ഇച്ചിരി ലേറ്റ് ആണ്. അപ്പം നമ്മൾ ആരാ സുബാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിങ്കുവിൻ്റെ ഫ്രണ്ട്സ്. അല്ല, സുബു. ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനെ അറിയാൻ പറ്റും, എൻ്റെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും അറിയില്ല, ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം. എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്? പിന്നെ ഗൈസ്, നിങ്ങൾ എൻ്റെ ഔട്ട്ഫിറ്റ് അപ്പം മകള് ഡോക്ടർ ആയാലും എന്ത് അൽഹംദുലില്ലാ സന്തോഷമാണ് ആ കാര്യത്തിൽ. ഞാൻ ഇത്രയും പേരും കഷ്ടപ്പെട്ടതിന് ഇതുണ്ടായിരുന്നു. എൻ്റെ മോള് ഡോക്ടറായി, ഞാൻ അഭിമാനിക്കണം അതിൽ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്. ഉമ്മക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് നാളത്തെ സ്വപ്നമാണ് എൻ്റെ മോളെ, അതിപ്പോൾ സാക്ഷാത്കരിക്കാൻ പോവാണ്. ഇനി എല്ലാവരും ദുആ എപ്പോഴും ഉണ്ടാവണം. എനിക്ക് ഒരു ഉമ്മയും കൂടി ഉണ്ട് ആക്ച്വലി. എൻ്റെ 6 പാത്തുമ്മ, ഞാൻ പറഞ്ഞില്ലേ, പാത്തുമ്മ ആൻഡ് സിദ്ധ്യാപ്പ. ബട്ട് അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഫോട്ടോ കൊടുക്കാം, മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബഷീർ ആപ്പായാലും റംലുമ്മ ആയാലും അവർക്കൊന്നും തണുപ്പ് പറ്റത്തില്ല. ഉമ്മക്ക് ആർത്രൈറ്റിസിൻ്റെ അസുഖമുണ്ട്. അപ്പം പിന്നെ ഭാവി, എൻ്റെ ലൂയി മോൻ, ലൂയിനൊക്കെ നാട്ടിൽ പോകുമ്പോൾ കാണാം, അളിയൻ, അക്കു, എല്ലാവരും. ഉമ്മാക്ക് വരാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഉമ്മാക്ക് തണുപ്പ് അധികം പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവര് വന്ന് എന്താന്ന് വെച്ചാൽ ഇവര് ദുബായിലാണ്. അപ്പം ഇവർക്ക് കുറച്ചും കൂടി അടുത്താണ്, അല്ലേ? ആണ്. അതൊന്നും വിഷയമല്ല, എല്ലാവർക്കും മനസ്സിലാവും. അത് പാത്തുമ്മ സിദ്ധ്യാപ്പ എന്നൊക്കെ പറയുന്നത് വാപ്പാന്റെ അനിയനാട്ടോ സിദ്ധ്യാപ്പ. പക്ഷെ ഞാൻ എന്റെ സ്വന്തം വാപ്പയെ ഇവിടെ അനിയനല്ല, വീഡിയോയിൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് നമ്മള് മനസ്സിൽ കരുതുന്ന പോലെയല്ല ആൾക്കാർ വീഡിയോയിൽ കാണുക. ഓക്കെ, അപ്പം എന്താണ് ഇനി പോവാ? ഇനി നമ്മള് നേരെ കോളേജിലോട്ട് പോവാ. അളിയനെ അല്ല, നാത്തൂന് എന്താ പറയാ? എനിക്കൊരു താല്പര്യമില്ല, എന്നാലും നാത്തൂൻ ക്യാമറ എടുത്ത് പിന്നെ പറയട്ടെ, അളിയനെ കാണിക്കട്ടെ. അളിയാ സാധനങ്ങളാണ് ഇതെല്ലാം. കണ്ടോ, രംഗണനേക്കണണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് മൂപ്പര് ഇറക്കിയതാണ് ഇതെല്ലാം. അളിയൻ പറയൂ. എനിക്ക് അങ്ങനെ എന്താ പറയാ, അവള് ആഗ്രഹിച്ച കാര്യം അവള് നേടിയെടുത്ത്. അതന്നെ, സ്റ്റാർട്ടിങ്ങിലൊക്കെ അബ്രോഡൊക്കെ പോയിട്ട് പഠിക്കാന്നുള്ളതിൽ എനിക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഉമ്മ ആണ് ശരിക്കും ഇതിന്റെ മെയിൻ പില്ലർ. ഉമ്മയാണ് അവളെ ആദ്യം സപ്പോർട്ട് ചെയ്ത്, ഉമ്മയും പാത്തുമ്മയും.
അപ്പോൾ എന്തായാലും അതായത് നമ്മ എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ നീക്കി നമ്മളുടെ വിജയം നേടിയെടുക്കുക എന്നുള്ളത് അവള് സാധിച്ചു. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ I am proud of you. താങ്ക് യു സോ മച്ച്. ഇതിൽ ഏറ്റവും പ്രൗഡ് ഞാനാണ്. കണ്ടില്ലേ, ഇവിടെ ഞാൻ ഓൾറെഡി ഒട്ടിച്ച് നടക്കുകയാണ്. എല്ലാ പിന്നെ ശിക്ഷിത ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ ഓളിപ്പറമ്പിൽ കുഞ്ഞുമോ എല്ലാ പ്രോത്സാഹനം എന്റെ മരുമോൻ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനിയുള്ള പ്രോത്സാഹനവും മരുമോൻ തന്നെ തരുന്നതായിരിക്കും. ഇനി future ഈ പ്രോത്സാഹനം എന്താന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? കമന്റ് PG. പൈസ പൈസ പൈസ. അപ്പം നമുക്കിനി നേരെ എങ്ങോട്ട് ഇറങ്ങാം. ഞങ്ങൾ കുറച്ച് ഫോട്ടോ കൂടി എടുത്തിട്ട് നേരെ കോളേജിലോട്ട് പോട്ടെ കേട്ടോ. ഇല്ല 2 മണിയായില്ല. ഇവരിഞ്ഞ് ടാക്സിക്ക് വരാന്നാ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നടന്നു പോവാണ്. അതൊന്നോളി. അപ്പോൾ ബൈ ബൈ. ഓക്കെ. ഈ കാണുന്നതാണ് നമ്മളെ ഷിങ്കുവിൻ്റെ കോളേജ് കേട്ടോ. ഇതാട്ടോ യൂണിവേഴ്സിറ്റി, ഷിങ്കുവിൻ്റെ യൂണിവേഴ്സിറ്റി. ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഉള്ളോട്ട് ഇങ്ങനെ കയറി പോകും. നമുക്ക് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. കൊള്ളാം. ഇനി ഉള്ളോട്ട് കയറുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമോ? ഓൾറെഡി പേര് കൊടുത്തവർക്കൊക്കെ ഉള്ളിൽ കയറാൻ വേണ്ടി പാടുള്ളൂ. അവിടെ ഇതൊന്ന് പിടിയോ? ഷിങ്കു മാഡം കയറുന്നുണ്ട് കേട്ടോ ഗൈസ്. യൂണിവേഴ്സിറ്റി ഇതാണ് ഷിങ്കു പഠിച്ച കോളേജ്. യെസ്. സോ ഗൈസ്, ഇവിടെ ആദ്യമേ പറഞ്ഞു ഏൽപ്പിച്ചവരെ മാത്രമേ ഉള്ളിൽ കയറ്റുള്ളൂ കേട്ടോ. അപ്പം അവിടെ ID കാർഡ് കൊടുക്കുകയാണ്. ചുമ്മാ വന്നിട്ടൊന്നും കാര്യമില്ല. ആദ്യം പേര് കൊടുക്കണം. ഇത്രയും പൈസയും ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ പേര് കൊടുത്തിട്ടില്ല, ഉള്ളിൽ കയറാൻ പറ്റില്ല. കൊടുത്തിട്ടുണ്ട്. ഓ, അവിടെ വൻ ഫോട്ടോഗ്രാഫി എടുക്കുക കേട്ടോ. ഇതാട്ടോ ഷിങ്കുവിൻ്റെ കോളേജിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന രീതി. അതാ ഷിങ്കു വരുന്നു. കയറി. കിടന്നോ? ഓക്കെ, റെഡി. ഷിങ്കു അവിടെ ഒന്ന് പോയി നിന്നേ. അവിടെ പോയി നിൽക്ക്. അവിടെ ഒന്ന് പോയി നിന്ന്. ഇപ്പൊ പറ്റൂല. കേറി. ഓക്കെ. ഷിങ്കു ഫുള്ള് ബേജാറിലാണ് ഗൈസ്. 2 മണിക്ക് ഗ്രൂപ്പ് വൈസ് ഒക്കെ നമുക്ക് എഴുതാനൊക്കെ മറ്റേ പ്രാക്ടീസ് കൊടുത്തതാ. ഗ്രൂപ്പ് ക്ലാസ് അനുസരിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ. ഓക്കെ. മറ്റേ കുന്തം പോലും. എന്തായാലും അവസാനമായിട്ട് ഇത് കയറാൻ പറ്റിയല്ലോ യൂണിവേഴ്സിറ്റിയിലൊന്നും. യൂണിവേഴ്സിറ്റി കാണാൻ പറ്റിയല്ലോ. ഇതൊക്കെ എന്താ ബെഡ്റൂം പോലെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഷിങ്കു എന്തോ ഒരു പ്രേതം നടത്തുന്നത്. അപ്പം നമ്മളിതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ സെറമണി നടക്കുന്നത്. ഒരു പില്ലർ കാരണം എനിക്കൊന്നും കാണില്ല. എന്തോ വിളിച്ചു പറയുന്നുണ്ട്. ഷിങ്കു അതവിടെ, ആയിഷത, അമ്പുത, എല്ലാവരും കൺഫ്യൂഷൻ. ഇത് ഫുള്ളാണ് കേട്ടോ. ആദ്യമേ വന്നിരുന്നാലേ സീറ്റ് കിട്ടുള്ളൂ. I would like to invite on stage the Vice Rector of International Cooperations at Northwestern Medical University, Boris Vasiliadis Kobylinski. To say a few insightful words to our students. ആരോ പ്രസംഗിക്കുക. Dear students, or I should say dear colleagues, while sitting here before entering this stage, I was remembering my own experience when I came to India first time. I still do remember what it was culture, So guys, Shingu വരുന്നുണ്ടേ. old history and modern times. However,
there are still some social challenges, including those which are very much ബാച്ച് നമ്പർ concentrated 2019. ഇവിടെ എന്താ consideration in the field of എസ്കുമോയോ നോട്ടെ medical care. That's why I do believe that Cut it. your time here will help you നോട്ടെ ഈ find സൈഡ് your നോക്കട്ടെ place in ആ, the തൊപ്പി field നോക്ക്. of employment and together അത് ശരിയായിട്ടില്ല ഐശ വെച്ചോ എന്താണ് solutions ഓ ഇത് പിടി for prosperity, for making your country passing through those social ഇത് കുത്തണോ I sincerely congratulate you with this ഇത് കുത്തണോ നിനക്ക് and I wish you ഇപ്പൊ കുത്തണോ very in both personal life ഇതെനിക്ക് തന്നില്ല കഴിച്ചു ഇത് അവിടെ കുത്തി medical career. But I hope എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടാ ഷിങ്കു അവിടെ ഇവിടെ വന്നിപ്പുണ്ട് ആയിഷേന്റെ കൂടെ So for your kind words, now I would like to call the Dean of the International Faculty, Natalia Vedna Anikina. ഓ ഡീന് ഭയങ്കര ഇരിയാണല്ലോ ഡീന് ഇവിടുത്തെ സൂപ്പർ ആളാണ് സോ ഗൈസ് സ്റ്റേജിൽ ആരൊക്കെയോ പേരൊക്കെ വിളിക്കുന്നുണ്ട് എന്താന്ന് ചോദിച്ചോട്ടെ ഷിങ്കുവിനോട് ആയിവാ ഇതെന്താണ് അത് ഗ്രാജുവേറ്റ് ആവണവരെ പേരാദ്യം വിളിച്ചോ ആ നിന്റെ എപ്പോഴാ വരിക എല്ലാരും വരും നിന്റെ ഒരു ഗ്രൂപ്പ് എത്തുമ്പോഴല്ലേ വരുള്ളൂ വേണോ ഇവിടെ ജയിച്ചവരെ പേരുകൾ വിളിച്ചു പറയാണ് കേട്ടാ അപ്പോൾ ഷിങ്കുവിൻ്റെ ഒക്കെ വരികയുള്ളൂ എപ്പോഴാ വിളിക്കുക അത് കിട്ടൂല പാപ്പ ഒന്നും കിട്ടൂല ഓ കാണിച്ച് കാണിച്ച് എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ ഗ്രാജുവേറ്റ് ആവുമ്പോൾ വെട്ടില്ല വെട്ടം കുറവാണ് കുഴപ്പമില്ല രസമുണ്ട് വെച്ചതൊക്കെ ശരിയാണോ ഓ ഗൈസ് എന്നെ ഇനി വീണ്ടും വിളിക്കൂലേ ഗൈസ് ഇതെല്ലാരും വിളിച്ചിങ്ങനെ പറയണേ ഇനിയും വിളിക്കൂട്ടോ എല്ലാരോടും എണീച്ചിരിക്കാൻ പറയുന്നുണ്ട് Please repeat after me, line by line. I Malkotia Prince, swear by Apollo the Healer, by Alcibius, by Hegia, by Panaceia, and by all gods and goddesses, making them my witnesses, that I will carry out according to my ability and capabilities this oath and this indenture, to hold my teachers in this art equal, as my parents, to make him partner in my livelihood, when he is in need of money, to share mine with him, to consider his family as my own, and to teach them this art, if they want to learn it, with fee or without indenture, to impart per set oral instruction, and all the instructions to own my sons, the sons of my teacher, and to indentured pupils,
who have taken the physician's oath, but to nobody else. I will use the treatment to help the sick, according to my ability and judgment, but never with a view to injury and wrongdoing. Neither will I administer a poison to anybody, of man or woman, born or free. And whatsoever I shall see or hear in the course of my profession, as well as outside of my profession, in my intercourse with man, if it be what should not be published abroad, and break it not, may I gain forever reputation among all men for my life and for my art. But if I break it whatsoever myself, may the opposite befall me. Thank you. നിങ്ങൾ ഓത്തെടുത്തല്ലേ? അതായത് ഇവരിപ്പോഴും ഓത്തെടുത്തതാണ്. അതായത് പ്രതിജ്ഞ, പിന്നെ അവർ ജീവിതത്തിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരെങ്ങനെ അവരെ ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതിൻ്റെ ഒരു പിന്നെ പ്രതിജ്ഞയാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ. സോ ഗൈസ്, സർട്ടിഫിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ ഷിങ്കുവിൻ്റെ ടീം 12ാമതാണ്. അപ്പോൾ നമുക്ക് ടൈമുണ്ട്. സോ ഗൈസ്, ഷിങ്കുവിൻ്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഷിങ്കു ഇപ്പോൾ വരുമായിരിക്കും. അതാ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അൻപു ആയിഷ കയറി വരുന്നു. ഇതൊക്കെ ആയിഷന്റെ ടീമാണ്. അടുത്തത് ഷിങ്കു ആയിരിക്കണം. അടുത്ത ഷിങ്കുവാണ്. ഷിങ്കു അതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഷിങ്കുവിനെ ഇപ്പൊ വിളിക്കും കേട്ടോ. Dr. Pilakaran Mohammad Adil. ഇറങ്ങിയിരുന്നു. Dr. Khalid Vitti Aishwarya. ഇവിടെ ഉണ്ട്. ഇവിടെ ഷിങ്കു കാണുന്നില്ല. Dr. Golianand. ഒരു മിനിറ്റ്. ഹലോ അവിടുന്ന് വിളിക്കണ്ട് ഞങ്ങള്. Dr. Chosimangalam Tari.
വാപ്പയും മോളും കൂടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു ഫോട്ടോ എടുക്ക്. ഓളെ പഠിപ്പിച്ച് വലുതാക്കിയല്ലേ. നോക്കി 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 ഇങ്ങോട്ട്. കൊള്ളാം കൊള്ളാം. സോറി അതാ ഡോക്ടർ ഇറങ്ങിയിരുന്നുണ്ട്. ഇറങ്ങൂ ഡോക്ടർ. ഡോക്ടർ ആവുന്നതായിട്ട് വേണ്ടി ഡോക്ടർക്ക് ചെയ്യണം. നടുവേന ആരും കേക്കണ്ട നടുവേനൊക്കെ. ഇതാണോ യൂണിവേഴ്സിറ്റി? ഇതാണ് ടഷിങ്കുവിൻ്റെ കോളേജ്, യൂണിവേഴ്സിറ്റീൻ്റെ ഉൾവശം. കൊള്ളാം. ഇവിടുന്ന് ഫോട്ടോ എടുക്കാം, നൈസായിരിക്കും. വരുന്നവർക്ക് കണ്ണാടിയിൽ ആദ്യം തന്നെ നോക്കാമല്ലോ. സോ ഗൈസ്, ഇതാട്ടോ നമ്മളെ ഷിങ്കുവിൻ്റെ യൂണിവേഴ്സിറ്റി. വാ, ഐ ആം ഹിയർ ഗൈസ്. ഷിങ്കു ഇവിടെ വന്നേ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ഷിങ്കുവിൻ്റെ കൂടെ പഠിക്കുന്ന നമ്മളെ സ്വന്തം ജംബുലിംഗ് അമ്പുസെൽവൻ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഏട്ടനും ഡോക്ടറാണ്, അനിയനും ഡോക്ടറാണ്. ഇപ്പൊ ചെന്നൈ മൊത്തം ഇവര് ഭരിക്കും. ചെന്നൈന്റെ പകുതി ഇവരെ കയ്യിലായിരിക്കും. കൊള്ളാം. ഉള്ളില് വെറുതെ പൈസയും കൊടുത്ത് ഡ്രസ്സ് വാങ്ങിയിട്ട് ഓപ്പൺ ആക്കുവോ? ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളി കേട്ടോ. ഇവരെ യൂണിവേഴ്സിറ്റിയാണ്. ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേക്കാം. അല്ലിതാ ആയിഷാദ് അവിടെ ഉണ്ട്. ഷിങ്കു ഫോട്ടോഗ്രാഫി എടുക്കുക കേട്ടോ. ഷിങ്കുവിൻ്റെ അമ്മായി. പറയൂ. നന്ദി. മൈക്കില്ലാണ്ട് ഇത് കേൾക്കൂല. ഗൈസ്, ഐ ആം സോ ഹാപ്പി. ഞാൻ ഇന്ന് ഗ്രാജുവേറ്റ് ആയി. അപ്പം ഞാൻ എൻ്റെ ഫാമിലി ആണല്ലോ നിങ്ങളും. അപ്പം ഞാൻ നിങ്ങളോടും കൂടി ഇത് അറിയിക്കാണ്. ഐ ഗ്രാജുവേറ്റഡ്. പിന്നെന്താ അതേ ഐഷുമ്മ എല്ലാവരും ചോദിച്ചു. അത് സീനില്ല, എനിക്കല്ല സീൻ, യൂട്യൂബിന് സീൻ. ഓക്കെ, അമ്മ ഐഷനെ ചോദിച്ചു. ഐഷ ഗ്രാജുവേറ്റ് ആയി. നന്ദി പറയൂ. എന്ത് നന്ദിയാ വീഡിയോ കാണുന്ന കുറേ പേരുണ്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫൈനലി ഗ്രാജുവേറ്റ് ആയി. പിന്നെന്താ, നമ്മള് ഡോക്ടേഴ്സ് ആയി. എന്താ പറയാ, അതെന്താ അങ്ങനെ ഒരു ടോക്ക്. നല്ല കാറ്റ്. അത് പോയി. സൗദിന്ന് വാപ്പി. വാപ്പു. ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിച്ച് ബാക്ക് കാണിച്ചില്ല. എല്ലാ വീഡിയോയിലും കമന്റ് ഇടുന്ന ഐഷന്റെ ഉമ്മ. ഐഷാന്റെ ഉമ്മ. നീയോ? വാപ്പു അല്ല, സൈദലവി. ബാപ്പു സൈദലവി കൂടി വാപ്പു. പുള്ളി എല്ലാവർക്കും താങ്ക് യു. ബാപ്പു സൗദി. താങ്ക് യു സോ മച്ച്. ഉമ്മ ഫാമിലി നിന്റെ അത്ത അമ്മ, ഐഷുവിന്റെ അത്ത അമ്മ ഞങ്ങള് മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നിങ്ങളും ഇല്ലാത്തതില് ഫാമിലി വന്നിട്ടില്ല. ഇനി ഇവരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. പിന്നെ ഇവരുള്ളതുകൊണ്ട് അങ്ങനെ അറിയത്തില്ലല്ലേ. അതെ, അജ്മാലിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓ മൈ ഗോഡ്, അജ്മാനിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാ പറഞ്ഞത്. ഗൈസ്, എനിക്ക് എല്ലാവരെയും കാണുന്നത് നല്ല ആഗ്രഹമുണ്ട്. എന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ പരീക്ഷ എന്ന് വെച്ചാൽ നാട്ടിലത്തെ FMG ഞാൻ FMG എഴുതുന്നുണ്ട്. സോ ഞാൻ നാട്ടിലത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ അടുത്തേക്ക് എന്തായാലും വരും. പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അജ്മാനിലുണ്ടാവും. നെജുമുദ്ദീൻ ഹോട്ടൽ കാണുമോ? കാണും. ഓക്കെ, ഞാൻ എന്തായാലും വരാം കേട്ടോ. എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാറുണ്ട്. കാണണം. ഇവര് അങ്ങോട്ട് കാണുന്നവരെ എല്ലാം എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം നമ്മൾ ഇവിടെ നിൽക്കണോണ്ട്
ആരെ അറിയുന്നില്ല, എത്ര പേര് നമ്മൾ അറിയുന്നു, അങ്ങനെയൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ സോ ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ വരില്ലേ? അതെ, യെസ് വി ആർ ഗോയിങ് നാട്ടിൽ. ജൂലൈ തുടക്കമൊക്കെ ആയിട്ട് നാട്ടിൽ എത്തും. ഇല്ല, ടിക്കറ്റ് ഇപ്പൊ എടുത്തിട്ടില്ല, ഒരു ഒന്ന് ക്യാൻസൽ ആയി പോയി. ഇനി രണ്ടാമത് എടുക്കണം. സോ എന്തായാലും 8, 9, 10 നാട്ടിലെത്തില്ല അല്ലേ? ഇതൊക്കെ ആയിഷേന്റെയും അമ്പുവിന്റെയും ഫ്രണ്ട്സ് കേട്ടോ, റഷ്യൻകാര് ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതാണ് ഒരുമിച്ച്. അതെ, അതിനറിയാം. കൊള്ളാം. ദറീന സീസ്കി അങ്ങനെ കാരണം എന്താണ് പഠിച്ചോനറിയാം. അമ്പുവിന്റെ കൂടെ നിൽക്കുന്നതാണ് അമ്പുവിന്റെ ഗേൾ ഫ്രണ്ട് കേട്ടോ. ഇപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്നത് ആണോ? ആണോ? ഫുള്ള് 3 ഗേൾ ഫ്രണ്ട് ഉണ്ട് അമ്പുവിന്. ഇവിടുത്തെ കാട്ടുകോഴിയാണ് അമ്പു. ില്ല അയ്യേ, ഞമ്മള് ഫോറിനേഴ്സിനെ കാണാത്തല്ലോ. ഇവരല്ലേ ഇവരൊക്കെ കാണാത്ത. ഒരു മിനിറ്റ്. ഓക്കെ, താങ്ക് യു. മധുറിനും വേണോ? നിന്നോ. ഇവിടെ വൻ ഫോറിനേഴ്സിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാനുള്ള അടിയിലാണ് എല്ലാരും. ഞാൻ പിന്നെ പഠിക്കാണ്ട്. ഷിങ്കു നമ്മളെ ഇവിടുത്തെ ഡീൻ ഓഫീസിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഡ്രൈ ഏരിയ, കൊള്ളാം. എന്തായാലും ഇവിടുത്തെ പഠിച്ചിട്ടല്ലേ ഡോക്ടറായേ. ഇവിടുന്നാണ് ഫോട്ടോ എടുക്കണ്ടേ? എന്നാ പിടിച്ചോ. എന്നാ സോ ഗൈസ്, മറ്റേ തൊപ്പി അറിയൽ പരിപാടിയാണ് കേട്ടോ. നിങ്ങൾ അറിയില്ല, എറിഞ്ഞോ? നല്ല ഏറ്. റെഡി, 1, 2, 3. സോ ഫൈനലി നമ്മള് ഇവിടെ ഒരു സ്ഥലത്തിന്റെ പേരെന്താ, റിവർ സൈഡിൽ വന്നിരിക്കുകയാണ്. ഷിങ്കുവിൻ്റെ എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുപ്പാണ് പണി. ഷിങ്കു ഇതാ അവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു. അളിയനൊക്കെ അതാ അവിടെ ഇങ്ങനെ നടന്നു. ഇത് ഷിങ്കുവിൻ്റെ തൊപ്പി നിറച്ചത്. അളിയ അങ്ങനെ തണുപ്പ് കാരണം നിൽക്കാനും പറ്റുന്നില്ല അല്ലേ? കാണുമ്പോൾ നല്ല രസമുണ്ട് വീഡിയോയില്, പക്ഷെ തണുപ്പ് കാരണം നിൽക്കാൻ പറ്റുന്നില്ല. രസമുണ്ട്. ഫോട്ടോ എടുക്കണോ? അളിയനെ ഏൽപ്പിച്ച പണി എടുക്കൂടിയാ. എനിക്ക് വയ്യ. ഇവര് 1 എടുത്തു കൊടുത്താൽ പോരാ, ഇവർക്ക് 100 എടുക്കണം. എങ്ങനെയുണ്ട് പാപ്പ സ്ഥലം? പറയൂ, എങ്ങനെയുണ്ട് സ്ഥലം? റഷ്യ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കര തണുപ്പ്. ഇവിടെ നിക്കാൻ പറ്റണില്ല. നല്ല വെയിലുണ്ട്. സമ്മറിനെ കാണണേ. ഇവര് നിൽക്കുന്ന സ്ഥലം നോക്കിയേ. ഈ സ്ഥലത്തിനെ കുറിച്ച് 2 വാക്കുകൾ പറയൂ. മേലെ ഐസ് കെട്ടണേ, പിടിക്ക്. സ്ഥലമൊക്കെ അടിപൊളിയാണ് ഗൈസ്, നോക്കിയേ, അടിപൊളി. ഇനി അടുത്ത 4-5 ദിവസം നമ്മള് ഈ ഒരു സിറ്റി മൊത്തം കറങ്ങി അടിക്കാൻ വേണ്ടി പോണ്. ചീപ്പുംചിറയാണ് അല്ലേ? അടിപൊളി, നൈസ്. നല്ല അടിപൊളി സീനറീസ് ആണ് ഇവിടെ. എൻ്റെ മോനെ, ഇതാണ് യൂറോപ്പിൻ്റെ ഒരു സ്റ്റൈൽ കേട്ടോ. നമ്മൾ നിൽക്കുന്നപ്പോൾ യൂറോപ്പിലാണ്, ഒഫീഷ്യലി നമ്മളിപ്പോൾ യൂറോപ്പിൽ സൈഡിലാണ് നിൽക്കുന്നത്. റഷ്യ എന്ന് പറയുന്ന രാജ്യം, പിന്നെ യൂറോപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഏഷ്യ ഉണ്ട്. അതിൽ യൂറോപ്പ് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്.
അടുപ്പിച്ചേക്കൂ. പിന്നെ ഇത് ഷിങ്കുവിന്റെ കൂടെ പഠിക്കുന്നതാണ് നമ്മുടെ നിദാൽ. ഒരു മിനിറ്റ് എന്നാ, ഒരു മിനിറ്റ്. എന്റെ പേര് നിദാൽ, ഐ ആം ഫ്രം കണ്ണൂർ. എൻ്റെ പേര് ജവാദ്, ഞാൻ കോഴിക്കോട്. ഇനി 4th ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഷിൻസിലേക്കും നമ്മൾ ബെസ്റ്റ് വിഷസ്. ഹലോ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മളെ ഗ്രാജുവേഷൻ ഡേ അവസാനിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, അപ്പം ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടും വയ്യ, കാലൊക്കെ നടക്കാൻ വയ്യ, നൊണ്ടിയിട്ടാണ് ഇവിടെ എത്തിയേ. ടാക്സി ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇനിയെന്താ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഡോക്ടറായി. അപ്പം ഡോക്ടറാവാൻ ലൈക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയണ്ടേ, മനസ്സ് അപ്പം ഇത്രയും പഠിപ്പിച്ച പാപ്പ, പിന്നെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന ഉമ്മ, പിന്നെ ഇക്കാക്ക, പിന്നെ ഇപ്പോൾ ദേ യാസീനിക്ക, എല്ലാത്തിനും, പിന്നെ നിങ്ങളും. ഇപ്പം എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. അതായത് ഇപ്പം കുറേ ഫാമിലി ഉള്ള പോലെ നിങ്ങളും ഉണ്ട്, ഇവരും ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാണ് ഗൈസ്, ലക്കിയാണ്. എനിക്ക് എന്താ പറയുക, ഒന്നുകൂടെ പറഞ്ഞു, എൻ്റെ കൂടെ വരുമോ? ഒറ്റക്ക് അതായത് ഞാൻ തരാ വരാത്തത്, ഇത് നിന്റെ ടൈമാണ്. അപ്പൊ നീയാണ് വാപ്പയിലും ഒത്തിരി ലൈക്ക് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ ഫീസ് അടക്കാനായാലും, അത് കഴിഞ്ഞ് പിന്നെ കല്യാണം വന്നു, എല്ലാത്തിനും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയട്ടെ, സിദ്ധ്യാപ്പൊന്നും ഉണ്ടായിട്ടില്ല. വാപ്പക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ ഇവർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് വരാത്തത്. അപ്പം എല്ലാവരോടും സിദ്ധ്യാപ്പാന്ന് വെച്ചാല് സിദ്ധ്യാപ്പ ആരാന്നുള്ള ഡൗട്ട് നിങ്ങൾ ചോദിക്കും. ഇവള് ഇങ്ങനെ പറയണ്ടേ, എനിക്ക് 2 പാപ്പന്മാരുണ്ട്. അതായത് സിദ്ധ്യാപ്പ എന്ന് പറയുന്നത് ഓളെ വാപ്പാന്റെ അനിയനാണ്. അതായത് ഷിങ്കുവിനെ വളർത്തിയത് മൊത്തം പാത്തുമ്മയും സിദ്ധ്യാപ്പയാണ്. അപ്പം വാപ്പാനെ പോലെ സ്ഥാനത്ത് കാണുന്ന 2 ആൾക്കാരാണ് അവര്. അതായത് അവർക്ക് മക്കളില്ല, അപ്പം അവരുടെ മോളാണ് ഞാൻ. അപ്പം അവരും എന്നെ അല്ലേ, എന്താ പറയുക, അതാണ് എനിക്ക്. അത് ഇനി ഞാനിത് പറയുമ്പോൾ ഇനി അവർക്ക് ഹേർട്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഇല്ലേ, നിങ്ങൾക്കത് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്നേ വരെ ഞാൻ വാപ്പാനെ അങ്ങനത്തെ ഒരു വാപ്പ വേറെയാണ് അങ്ങനെയൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. കുറേ ആൾക്കാർ ഞാൻ വാപ്പയുടെ കൂടെ നടക്കുമ്പോഴൊക്കെ അത് വലുതാവുമ്പോൾ അതിൻ്റെ ആൾക്കാരെപ്പം പോവും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ അതിനുള്ളൊരു സാഹചര്യം ഞാൻ ഇറക്കിയിട്ടില്ല. വാപ്പ കാണുന്നുണ്ടെങ്കിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി, അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അത്രയേ ഉള്ളൂ. ഇന്ന് ഗൈസ് എൻ്റെ ഗ്രാജുവേഷനാണ്. അപ്പം കഴിഞ്ഞു, ഡോക്ടറായി. ഇനി ചെന്നിട്ട് ഷിങ്കു നമ്മൾ ഒഫീഷ്യലി ഷിങ്കു ഡോക്ടറായി. അപ്പം ഞങ്ങൾ ടയേർഡാണ് ഫുള്ള്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ നമുക്ക് വീഡിയോയിൽ കാണാം, സംസാരിക്കാം. അപ്പം ഷിങ്കുവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം, ഷിങ്കുവിന് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് എങ്ങനെ ഇവിടെ വന്ന് പഠിക്കുക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഷിങ്കുവിന് ഞാൻ വാട്സപ്പ് നമ്പർ എടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി, കോൾ ചെയ്യണ്ട. ഷിങ്കു ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരും. നിങ്ങൾ അതിലൊരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. അന്നേരം ഞാൻ ടൈം കാണുമ്പം അത് ജെനുവിനാണ്. ഈ പഠിക്കാനുള്ള ചില കുട്ടികളുണ്ട്, അതായത് ചില ഏജൻസികൾ നിങ്ങൾക്ക് ഏജൻസി ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ എമൗണ്ട് ചാർജ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ എത്തിക്കും, എന്താ പറയുക, കൊണ്ടുവിടും. അപ്പം അതിലും ബെറ്റർ. അതൊന്നും പറയണ്ട. അപ്പം പഠിക്കാൻ താല്പര്യമുള്ള, അതെന്താ പറയുക, ഷിങ്കുവിന് ഒരുപാട് മെസ്സേജ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഷിങ്കുവിന് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്രം മെസ്സേജ് അയയ്ക്കുക. കാരണം ഷിങ്കു ഡോക്ടറായി, ഇനി ഇതുപോലെ ഒരുപാട് ഡോക്ടേഴ്സ് വളർന്നു വരണം. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇവിടെ വന്ന് എങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക. ബാക്കി ഷിങ്കു നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ലേ? ഓക്കെ, യെസ്, ഐ വിൽ ഹെൽപ്പ്. ബൈ ബൈ. താങ്ക് യു ഗൈസ്, ബൈ.